ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് നമ്മളുടെ സെൻട്രൽ ബാങ്കാണത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ വർഷം 2.69 കോടി രൂപ 2.69 ലക്ഷം കോടി രൂപ ലാഭവിഹിതം നൽകുന്നുണ്ട്. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ഇതിനെക്കുറിച്ച്. പക്ഷേ അന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള എന്താണ് പറയുന്നത്, എത്ര എമൗണ്ട് കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യതയില്ലായിരുന്നു. ഒരു റെക്കോർഡ് എമൗണ്ട് RBI കൊടുക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ ആ വീഡിയോയ്ക്ക് അതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് കിട്ടി. 2.69 ലക്ഷം കോടി രൂപ ലാഭവിഹിതം ഡിവിഡൻഡ് RBI സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം തന്നെയാണ് RBI, നമ്മുടെ സെൻട്രൽ ബാങ്ക്. പക്ഷേ സെൻട്രൽ ബാങ്ക് RBI ഉണ്ടാക്കുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു വിഹിതം എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിന് അവർ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വർഷം എന്ന് പറയുമ്പോൾ 2024-25 ഫൈനാൻഷ്യൽ ഇയറിലെയാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാളിലും 27% വർധനമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2.1 ലക്ഷം കോടി രൂപയായിരുന്നു നൽകിയത്. 2.1 ലക്ഷം കോടി രൂപ 2024 എന്ന് പറയുമ്പം 23-24. അതിനു മുമ്പ് 87,420 കോടി രൂപയാണ് കേന്ദ്ര ബാങ്കിന് കൈമാറിയത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഖജനാവിലേക്ക്, ട്രഷറിയിലേക്ക് 2.69 ലക്ഷം കോടി രൂപ RBIയിൽ നിന്നും എത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്ക് സെൻട്രൽ ബാങ്കാണല്ലോ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ വിഹിതം കേന്ദ്ര സർക്കാരിന് അതാത് സമയങ്ങളിൽ, കാലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഇതുവരെ നൽകിയതിലേക്ക് ഏറ്റവും വലിയൊരു തുകയാണ്. ഏറ്റവും വലിയ തുക നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI അത്രയ്ക്ക് ലാഭം ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടാണ്. അപ്പം സാമ്പത്തികമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഞെരുക്കമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ഫൈനാൻഷ്യൽ അത്ര കറക്റ്റൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ലാഭവിഹിതം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഒരു എന്താണ് പറയുന്നത്, ഒരു ബൂസ്റ്റാണ്, ശരിക്കും പറയുന്നത് ഒരു ഉത്തേജനം നൽകുന്നതാണ്, അല്ല ഊർജ്ജം നൽകുന്നതാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ബോർഡ് യോഗത്തിലാണ് ഈ തീരുമാനം, എത്ര എമൗണ്ട് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിയത്. 2.69 ലക്ഷം കോടി രൂപയാണ്. അത് എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു. കാരണം പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ചില അനാലിസിസ് ഉണ്ടല്ലോ, എക്സ്പെക്റ്റേഷൻസ്, അനാലിസിസ്. ഈ വർഷം ഇത്ര രൂപയായിരിക്കും, ഇത്ര ലക്ഷം കോടി രൂപയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനാലിസിസിന് അപ്പുറമായിരിക്കും. കാരണം ഇൻഡസ്ട്രിയൽ ഇക്കണോമിക് അനാലിസിസ് ഒക്കെ ഉണ്ടല്ലോ, പല വ്യക്തികളുടെ ഭാഗത്തു നിന്നും, പല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള അനാലിസിസ് അല്ലെങ്കിൽ വിശകലനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള അവരുടെ വിശകലനത്തിൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് ലാഭവിഹിതം ഇപ്രാവശ്യം കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. 2.56 ലക്ഷം വരെയൊക്കെ ആയിരുന്നു അത് ഫിക്സ് ചെയ്തിരുന്നത്, കണക്കൂട്ട് ചെയ്തത്. അപ്പോൾ ഇതുവരെയുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെക്കോർഡാണ് ശരിക്കും പറഞ്ഞാൽ. ഏറ്റവും ഉയർന്ന തുകയാണ് ഇപ്രാവശ്യം RBI കേന്ദ്ര ഗവൺമെൻറ്റിന് കൈമാറുന്നത്. കഴിഞ്ഞ വർഷം 2.1 ലക്ഷം കോടി രൂപയായിരുന്നു. 23-ൽ 87,420 കോടി രൂപയാണ് കേന്ദ്ര ബാങ്ക് കൈമാറിയത്. അത് കുറവായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ RBIക്ക് ഇത്രയും പൈസ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBI ലാഭം ഉണ്ടാക്കുന്നുണ്ട്. RBIയുടെ വരുമാനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടാണ്, അല്ലെങ്കിൽ വരുമാനം വർദ്ധിച്ചതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ലാഭം ഉണ്ടാകുന്നത്. വരുമാനം കൂടുതൽ ഉണ്ടാകുകയും ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് ലാഭത്തിൻ്റെ വിഹിതം എപ്പോഴും കൂടുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് RBIക്ക് ഇത്രയും വലിയൊരു ലാഭവിഹിതം കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്, സെൻട്രൽ ഗവൺമെൻറ്റിന് കൈമാറാൻ വഴിയൊരുക്കിയത്. വിദേശ നാണ്യ കൈമാറ്റം, അതുപോലെ തന്നെ ഫോറക്സ് റിസർവ്, റിപ്പോ നിരക്കുകളുടെ എഫക്റ്റീവായിട്ടുള്ള സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ക്രമീകരണം, ഇവയിലൂടെ കേന്ദ്ര ബാങ്കിൻ്റെ വരുമാനം കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ കൂടിയിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്.
പല മേഖലകളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വർധനമാണ് ഈ പറഞ്ഞ ഉയർന്ന ലാഭവിഹിതം കേന്ദ്ര ഗവൺമെൻറ് നൽകാൻ RBIക്ക് കഴിഞ്ഞെന്നാണ്. ഇപ്പം എല്ലായിടത്തും ഈ റിപ്പോർട്ട് 6.9 2.69 ലക്ഷം കോടി രൂപ, അതായത് 2.7 ലക്ഷം കോടി രൂപ നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സമ്പദ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. RBI ഡിവിഡൻഡ്, RBI ടു പേ റെക്കോർഡ് 2.70 ലാക്ക്. അത് റൗണ്ട് ഓഫ് 2.70 ലാക്സ്. ശരിക്കും പറഞ്ഞാൽ 2.69 ലക്ഷം കോടി രൂപയാണ് നൽകാൻ RBI തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ ഉയർന്നതെന്ന് മാത്രമല്ല, ഹിസ്റ്റോറിക്കലായിട്ട് ഇതുവരെ ഉള്ളതിലേക്ക് ഏറ്റവും ഉയർന്ന തുകയാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് RBIയുടെ 616ാമത്തെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിങ്ങിലാണ് അവർ ആ തീരുമാനമെടുത്തത്. ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ RBIയുടെ ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനം RBI ഉയർന്ന വരുമാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പം അതിനകത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBI എങ്ങനെ ലാഭം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വിദേശ നാണ്യ കൈമാറ്റം, ഫോറിൻ കറൻസിയുടെ എക്സ്ചേഞ്ചുകൾ, ഫോറക്സ് റിസർവിലുള്ള അതിൽ റിപ്പോ നിരക്കുകളുടെ. അപ്പോൾ ഇതിനകത്തിലൊക്കെയാണ് RBI ലാഭം ഉണ്ടാക്കുന്നത്. ഇനി ഈ പൈസ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗവൺമെൻറ്, കാരണം നമുക്കറിയാം എക്സ്പെൻഡിച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഗവൺമെൻറ്റിന് പല മേഖലകളിലും. നമുക്ക് ഒരു സാധാരണ വ്യക്തിക്ക് എന്താണ് പറയുക, നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സും എക്സ്പെൻസസും ഔട്ട്ലേസ് എന്നാണ് പറയാം. അല്ലെങ്കിൽ പല മേഖലകളിൽ രാജ്യമൊട്ടാകെ ഇല്ലേ, രാജ്യസുരക്ഷ ഉൾപ്പെടെ പല മേഖലകളിലേക്കും സെൻട്രൽ ഗവൺമെൻറ്റിന് ഒത്തിരി എമൗണ്ടുകൾ, ഒത്തിരി പൈസ അവർക്ക് ചിലവഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതി കേന്ദ്ര ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഡെഫിസിറ്റ് കമ്മി ബജറ്റാണ് നമ്മൾ കൂടുതലും. കമ്മി എന്ന് പറഞ്ഞാൽ മറ്റേ കമ്മിയല്ല, ഡെഫിസിറ്റ് എന്നുള്ള അർത്ഥം വരുന്ന കമ്മിയാണ് മനസ്സിലായില്ല. അപ്പം അതിനകത്ത് നമുക്ക്, കാരണം നമ്മുടെ വരുമാനം കുറവും ചിലവ് കൂടുതലും ആകുമ്പോഴാണല്ലോ കമ്മി ബജറ്റ് എന്ന് നമ്മൾ പറയുന്നത്, അതായത് ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ആ ബജറ്റ് ഡെഫിസിറ്റ് നേരിടുന്ന രാജ്യമാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സാമ്പത്തിക പരാധീനത അനുഭവപ്പെടുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു തുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ RBI എങ്ങനെയാണ് ഈ ആനുവൽ പേ ഔട്ട് എന്ന് നമുക്ക് പറയാം, ഡിവിഡൻഡ്, ഇത് ഗവൺമെൻറ് കൊടുക്കാൻ RBIക്ക് സാധിക്കുന്നതെന്നാൽ സർപ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിലുള്ള വ്യത്യാസമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഡോളർ ഉൾപ്പെടെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള വ്യത്യാസം. അപ്പം നമ്മൾ RBI വാങ്ങുന്നത് കുറവും വാങ്ങിയ വില കുറവും വിൽക്കുന്ന വില കൂടുതലാകുമ്പോൾ അവർക്ക് ലാഭം കിട്ടും. അതിൽ കറൻസി പ്രിൻ്റ് ചെയ്യുന്നതിനകത്തുള്ള ഫീസ് അവർക്ക് കിട്ടുന്നുണ്ട്. അത് ഒരുപക്ഷെ പൊതുവെയുള്ള ജനങ്ങൾക്ക് അറിയത്തില്ല. കാരണം നമ്മളുടെ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ കറൻസിയും RBI അതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു 100-ൻ്റെ നോട്ട് നമ്മുടെ കൈവശം ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RBI അത് പ്രിൻ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് 100 രൂപ ആകത്തില്ല. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ, ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് അതിൻ്റെ പുറത്തെഴുതിയിരിക്കുന്ന MRP അല്ലെങ്കിൽ ഒരു പ്രൈസ് 100 രൂപ കൊടുത്ത് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കച്ചവടക്കാരന് ശരിക്കും പറഞ്ഞാൽ അത് അവൻ്റെ ലാഭങ്ങൾ ഉൾപ്പെടുത്തിയാണ് 100 എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് RBI കറൻസി പ്രിൻ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ലാഭം കൂടെ ഇതിനകത്തിൽ RBIയുടെ
RBI ഉണ്ടാക്കുന്ന ലാഭത്തിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. മറ്റ് ഫോറിൻ എക്സ്ചേഞ്ചിനകത്തിലുള്ള ലാഭങ്ങൾ, റെപ്പോ നിരക്കുള്ള വ്യത്യാസങ്ങൾ, അപ്പോൾ ഇതെല്ലാം തന്നെ RBIക്ക് സർപ്ലസ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ലോട്ടറിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ഡെഫിസിറ്റ് റൺ ചെയ്യുന്നൊരു ബജറ്റ് ആയതുകൊണ്ടും ഗവൺമെൻറ് ആയതുകൊണ്ടും, ഈ ഗവൺമെൻറ് മാത്രമല്ല എല്ലാ ഗവൺമെൻറ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയും 2.69 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഏത് രീതിയിൽ ഗവൺമെൻറ് ഉപയോഗിക്കുന്നുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ പ്രിറോഗേറ്റീവാണ്, അല്ലേ? ഏത് മേഖലയിലൊക്കെ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നുള്ളത് ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അതിനകത്തിൽ മറ്റാർക്കും തന്നെ യാതൊരു സേയുമില്ല. സേ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് അവരുടെ കയ്യിൽ കിട്ടുന്ന റവന്യൂ ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് പറയുന്നത് സർക്കാരിൻ്റെ ചെലവഴിക്കൽ ക്ഷമത വർദ്ധിപ്പിക്കാൻ ഇതിടയാക്കും. ചെലവഴിക്കൽ ക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചറിനെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് എക്സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വികസന പരിപാടികൾക്ക്, പദ്ധതികൾക്ക്, അതുപോലെ തന്നെ സാമൂഹ്യ സേവന പദ്ധതികൾക്കൊക്കെ വേണ്ടി പണം ചെലവിടും. അതുപോലെ തന്നെ ആയുധങ്ങൾ വാങ്ങിക്കാനും നമ്മുടെ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും ഈ പണം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നതോടുകൂടി നമുക്ക് തീർച്ചയായിട്ടും നാഷണൽ സെക്യൂരിറ്റിയെ ബീഫപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലേ, രാജ്യസുരക്ഷയെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പല മേഖലകളിലും നമുക്ക് തീർച്ചയായിട്ടും ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ കോടികളുടെ ചിലവുകളുണ്ട്. ആ ചിലവുകൾ നിർവഹിക്കുവാൻ ഗവൺമെൻറ്റിന് ഇതുപോലുള്ള ധനമാർഗങ്ങളിൽ കൂടെ സാധിക്കും. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ധനകമ്മി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡെഫിസിറ്റ്, ബജറ്റ് ഡെഫിസിറ്റ് കുറയ്ക്കുവാൻ ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം തീർച്ചയായിട്ടും ഒരു വരുമാനം ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ അവരുടെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം കുറയുമല്ലോ. അന്തരം കുറയുമ്പോൾ ഡെഫിസിറ്റ് കുറയും, ആ ധനക്കമ്മി കുറയും. അപ്പോൾ അത് ഗവൺമെൻറ്റിന് ധനക്കമ്മി കുറയ്ക്കുവാൻ ഇത് സഹായിക്കും. പക്ഷേ ഇത് ഗവൺമെൻറ് എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ മാത്രം തീരുമാനമാണ്. അത് മറ്റാർക്കും ഇതിനകത്തിൽ ഒരു എന്താണ് പറയുന്നത്, സേ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേക്ക് ഇല്ല. ഇപ്പം നമ്മൾ ഇവിടെ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുമാണ് തീരുമാനിക്കുന്നത് ഈ കിട്ടിയ പണം എങ്ങനെയൊക്കെ വിനിയോഗിക്കണം, ഏതൊക്കെ മേഖലയിൽ വിനിയോഗിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും രാജ്യത്തിന് ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ധനം ആവശ്യമാണ്. അപ്പോൾ ഇത് വലിയൊരു ആശ്വാസമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് RBI വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് അവർക്ക് സർപ്ലസ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുവാൻ സാധിക്കുന്നത്. കാരണം അവർ ഇത്രയും സർപ്ലസ് പ്രോഫിറ്റെന്നോ ലാഭമെന്നോ അല്ലെങ്കിൽ വരുമാനമെന്നൊക്കെ നമുക്ക് പറയാം. ലാഭമോ വരുമാനമൊക്കെ RBI ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണല്ലോ തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെൻറ് ഇത്രയും 2.69 ലക്ഷം കോടി രൂപ ലാഭവിഹിതം കൊടുക്കുവാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് പോലും ഇതുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ RBI നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും കേന്ദ്ര ഗവൺമെൻറ് ഒരു ഭാഗമായതുകൊണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഭാഗമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഏത് രാജ്യവും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ പാർലമെൻറ്റോ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവോ ലെജിസ്ലേറ്ററോ ഒന്നുമല്ല പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ. സെൻട്രൽ ബാങ്കാണ്, കേന്ദ്ര ബാങ്കാണ്
എല്ലാ രാജ്യത്തും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഇതിനെ നമുക്ക് പൊതുമേഖലാ സ്ഥാപനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോളിലും അല്ലെങ്കിൽ സ്വാധീനത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പോൾ ജുഡീഷ്യറിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഓട്ടോണമസ് ആണ്, എന്നാൽ നമ്മുടെ കേന്ദ്ര സംവിധാനമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെയാണ് RBI എന്ന് പറഞ്ഞാൽ. RBIക്ക് ഓട്ടോണമിയുണ്ട്. കാരണം അതിനകത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരണമൊന്നുമില്ല. കാരണം അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനകത്തിൽ പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫലവത്തല്ലെങ്കിൽ രാജ്യം നശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ സംവിധാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളിലൊക്കെ ഉപരി അവർ കൂടുതൽ ഫലവത്തായിട്ട് ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് അവർക്ക് ഇത്രയും സർപ്ലസ് അല്ലെങ്കിൽ ഇത്രയും ഡിവിഡൻഡ് കേന്ദ്ര ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യാൻ കൈമാറാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ടോപ്പിക് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. ഇതുപോലുള്ള ബാക്കിയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് അറിയണമെങ്കിൽ നെറ്റിൽ പോവുക, ഇതുപോലുള്ള കാര്യങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, നന്ദി, നമസ്കാരം. അപ്പോൾ വണ്ടർഫുൾ ഡേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക് യു.